മലയാളത്തിലെ ഒരു എഴുത്തുകാരനാണ് ഉണ്ണികൃഷ്ണൻ പുതൂർ. 600ഓളം കഥകൾ രചിച്ചിട്ടുണ്ട്. 29 കഥാസമാഹാരങ്ങളും 15 നോവലുകളും ഒരു കവിതാ സമാഹാരവും ജീവിതചരിത്രവും അനുസ്മരണവും ഉൾപ്പെടെ 50ലേറെ കൃതികൾ രചിച്ചിട്ടുണ്ട്. 1933 പൊന്നാനി താലൂക്കിലെ ഏങ്ങണ്ടിയൂർ ഗ്രാമത്തിൽ ഇല്ലത്ത് അകായിൽ എന്ന സ്ഥാനപ്പേരുള്ള പുതൂർ തറവാട്ടിൽ ജനിച്ചു. ഗുരുവായൂരിലാണ് വളർന്നത്. അച്ഛൻ കല്ലാത്ത് പുള്ളിപ്പറമ്പിൽ ശങ്കുണ്ണി നായർ, അമ്മ പുതൂർ ജാനകി അമ്മ. 1955 ചാവക്കാട് ബോർഡ് ഹൈസ്കൂളിൽ നിന്ന് SSLC ജയിച്ചു. 1950കളിൽ തന്നെ കവിതകളും കഥയും എഴുതി തുടങ്ങി. കവിതയിലായിരുന്നു തുടക്കം. കൽപ്പക പൂമഴ എന്ന കവിതാ സമാഹാരത്തിന് അവതാരിക കുറിച്ചത് വൈലോപ്പള്ളിയായിരുന്നു. പുതൂരിൻ്റെ പ്രസിദ്ധീകൃതമായ ആദ്യത്തെ കഥ ചങ്ങമ്പുഴയുടെ മരണം പ്രമേയമാക്കിയ മായാത്ത സ്വപ്നമായിരുന്നു. ആദ്യത്തെ കഥാസമാഹാരമായ കരയുന്ന കാൽപ്പാടുകൾ എന്ന കൃതിയുമായി കേരളത്തിനുള്ളിലും വെളിയിലുമായി 1 വർഷത്തോളം അലഞ്ഞു നടന്നു. 1954 മുതൽ 1956 വരെ പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിച്ചെങ്കിലും ബിരുദം എടുക്കാതെ രാഷ്ട്രീയ പ്രവർത്തകനായും തൊഴിലാളി പ്രവർത്തകനായും കഴിഞ്ഞു. 1957 ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുമസ്തനായി ജോലിയിൽ പ്രവേശിച്ചു. 1987 ഗുരുവായൂർ ദേവസ്വം ലൈബ്രറി എസ്റ്റാബ്ലിഷ്മെന്റ് വകുപ്പ് മേധാവിയായി ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചു. തങ്കമണിയാണ് ഭാര്യ. ഷാജു, ബിജു എന്നീ 2 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ കംസൻ, കാഴ്ചകൾക്കപ്പുറം, മൃദുയാത്ര, ഗുരുവായൂരപ്പൻ്റെ തുളസിമാല, ബലിക്കല്ല്, ആത്മവിഭൂതി, നാഴികമണി, ഗജരാജൻ, ഗുരുവായൂർ കേശവൻ, അമൃതമദനം തുടങ്ങിയവയാകുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് 1968 ബലിക്കല്ല് എന്ന കൃതിക്ക് ലഭിച്ചു. ജി സ്മാരക അവാർഡ് നാഴികമണിക്ക് ലഭിച്ചു. പത്മപ്രഭ പുരസ്കാരം 1996 എൻ്റെ 101 കഥകൾ എന്ന പ്രഥമ കഥാസമാഹാരത്തിന് ലഭിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ലൈബ്രറി എസ്റ്റാബ്ലിഷ്മെന്റ് വകുപ്പ് മേധാവിയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമായിരുന്നു. കേരള സാഹിത്യ അക്കാദമി നിർവാഹക കൗൺസിൽ അംഗമായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി ജനറൽ കൗൺസിൽ അംഗമായിരുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ് പ്രസിഡന്റായിരുന്നു. ഭക്തപ്രിയ മാസികയുടെ പത്രാപിത സമിതി അംഗമായിരുന്നു. തുടങ്ങിയ വകുപ്പുകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 2014 ഏപ്രിൽ 2 തൻ്റെ 81ാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചാവക്കാട് മുതുവട്ടൂരിലെ രാജ ആശുപത്രിയിൽ വെച്ച് പുതൂർ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഗുരുവായൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു.